ഹലോ, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ചിക്കൻ കറി ഉച്ചയ്ക്ക് വെക്കാമെന്ന് കരുതിയാണ് കേട്ടോ നമ്മൾ പപ്പായ എടുത്തുകൊണ്ട് വന്നത്. പപ്പായ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പഴുത്തു പോയായിരുന്നു കേട്ടോ. ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ തിന്നാനും കൊള്ളില്ല. പിന്നെ അങ്ങനെ അവിടെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് പൂത്തും പോവും. അപ്പം മമ്മി പറഞ്ഞു നമ്മൾക്കെന്നാൽ പപ്പായ കറിയും ഉണ്ടാക്കാം, അതേപോലെ തന്നെ അത്രയും പഴുത്താലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അങ്ങനത്തെ കറി വെക്കാം. ഇനിയിപ്പോൾ പച്ചയാണെങ്കിൽ നമുക്ക് പച്ച അങ്ങനെ തന്നെ തൈരൊഴിച്ചും നമുക്കൊരു മോരുകറി പോലെ വെക്കാൻ പറ്റും പപ്പായ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത്. കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്, അപ്പോൾ ചിക്കൻ കറിക്കകത്ത് ഇടാനാണ് പപ്പായ എടുത്തുകൊണ്ട് വന്നത്. പഴുത്ത വേണ്ട, അപ്പോൾ നമുക്ക് ഇടണ്ടാന്ന് വിചാരിച്ച് കറി വെക്കാൻ മമ്മി അവിടെ അരിയുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പൂരിയും ഓംലെറ്റുമാണ് കേട്ടോ. പൂരി ഓൾറെഡി ഉണ്ടാക്കി നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ഇനി മുട്ട പൊരിക്കാൻ പോകണം കേട്ടോ. എല്ലാവർക്കും ഓരോ തവി ഒഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു 2 തവി അങ്ങ് ഒഴിച്ചേക്കാമെന്ന്. അപ്പോൾ ഈ മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ ഉള്ളൊരു ടിപ്പാണ് കേട്ടോ. നമ്മളിങ്ങനെ തുറന്ന് വെച്ച് വേവിച്ചെടുക്കരുത്, പകരം നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പക്ഷേങ്കിൽ ഇന്ന് എന്താണ് ഈ സംഭവം എന്നറിയില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കിയപ്പം അത്ര സോഫ്റ്റായിട്ട് വന്നില്ല കേട്ടോ. എന്നും സോഫ്റ്റായിട്ട് വരുന്നതാണ്, പക്ഷേ നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് മാത്രമാണോ, ഇനി നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് പറയണം കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ദോശ എല്ലാ ദിവസവും അടിപൊളിയായിട്ട് ചുടും. ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മളൊന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചാൽ ദോശയുടെ ഷേപ്പ് തന്നെ മാറിപ്പോകാറുണ്ട്. അപ്പോൾ നമ്മളപ്പം ഓമയ്ക്ക കറി വെക്കാൻ പോവാണ് കേട്ടോ. നമുക്കെല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിൽ ചെയ്യണം കേട്ടോ. കാരണം നമ്മളുടെ പുറത്ത് മതിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെപ്പോഴും ചായ വെള്ളം ഒക്കെ നമ്മളിങ്ങനെ കൊടുക്കണം. നല്ല അധ്വാനമുള്ള പണിയാണല്ലോ. അപ്പോൾ പൂരി ഇങ്ങനെ മാവോ പൊടിയോ പോലൊക്കെ തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാസറോളിൽ ഫുള്ള് കൊള്ളുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ മാവ് പൊടിയൊക്കെ തട്ടിയിട്ട് ആ പാത്രത്തിൽ തന്നെ നമ്മളത് ഉണ്ടാക്കിയതാണ് കേട്ടോ, വെച്ചതാണ്. കാരണം അതൊരു ഉണങ്ങിയ പാത്രമായിരുന്നല്ലോ. അപ്പോൾ നമ്മളതിപ്പോൾ തന്നെ എടുക്കും. കാസറോളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വൈകുന്നേരത്തേക്ക് എടുക്കും. അപ്പോൾ അത് അവിടെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മമ്മി കൊച്ചിന് വാരി കൊടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വാരി കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലും നമ്മളുടെ ഒപ്പം തന്നെ ഇരുന്ന്, ചോറൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഒപ്പം തന്നെ ഇരുന്ന് കഴിക്കും. പിന്നെ രാവിലെയൊക്കെ ആണെങ്കിൽ ഒരു മടിയാണ് ആൾക്ക് കഴിക്കാൻ, അതുകൊണ്ട് തന്നെ വാരി കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എപ്പോഴും വാരിയൊന്നും കൊടുക്കാറില്ല കേട്ടോ. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്, എന്താണ് ഇത്രയും വലിയ കൊച്ചിന് വാരി കൊടുക്കുന്നത് എന്ന് ചിലരൊക്കെ ചിന്തിക്കുമായിരിക്കുമല്ലോ. അപ്പം നമ്മളുടെ കുഞ്ഞിന് ഈ പ്രായത്തിലല്ലേ നമുക്ക് വാരി കൊടുക്കാൻ പറ്റുള്ളൂ. അവർ ഇച്ചിരൂടെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാരി കൊടുത്താലും വേണ്ടാന്ന് പറയും. അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. കാരണം നമ്മൾക്ക് രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കണം. അപ്പം അവർക്ക് പൂരി ഇപ്പോൾ എല്ലാവരും കഴിക്കുമെന്ന് അറിയില്ല. കാരണം ഇങ്ങനെയൊക്കെ ഉള്ളവർ കൂടുതലും പൊറോട്ടയൊക്കെ കഴിക്കാനാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് പൊറോട്ടയും പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ കറിയും കൂടെ ആക്കിയിട്ട് വേണം അവർക്ക് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ. അപ്പം ഇത് നമുക്ക് ഉച്ചക്കത്തേക്കുള്ളതും അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ളതുകൂടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഉരുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് തലമുറകൾക്ക് മുന്നേ ഉള്ളൊരു ഉരുളിയാണ് കേട്ടോ. അതിപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിലുണ്ടാക്കുന്ന കറികൾക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, ഗസ്റ്റ് ആണല്ലോ നമ്മളുടെ മതിൽ പണിക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഗസ്റ്റായിട്ട് കൂട്ടാമല്ലോ. ആരെങ്കിലുമൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ മാത്രം വീട്ടിലുണ്ടാക്കുന്ന ഉള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ അത്രയും രുചിയൊന്നും വരാറില്ല. പക്ഷേ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ല, ഉണ്ടാക്കുന്ന കറിക്ക് ഭയങ്കര രുചിയായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഇനിയും ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ ഈ റെസിപ്പി ഒന്ന് നോക്കിക്കോ. എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വെളുത്തുള്ളി ഇഞ്ചി കട്ട് ചെയ്താണോ ചേർത്തതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇപ്പോൾ വോയിസ് ഓവർ പിന്നെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ വേറൊരു ലോകത്തായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ചതച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ, ചതച്ചിടുക. പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, ഇത്രയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിയാണെങ്കിൽ പോലും ഒന്നുകൂടെ അതങ്ങ് നല്ലതുപോലെ പൊടിക്കുക. വേണേൽ ഞാൻ ഒന്നുകൂടെ പറയാം. മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾ പൊടി, പിന്നെ ഉപ്പ് അങ്ങനെ ഇടുവാണെങ്കിൽ അങ്ങനെ ഇട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് മിക്സിയുടെ ജാറിലങ്ങ് ഒന്നുകൂടെ നല്ല പൊടിച്ചങ്ങ് മിക്സ് ആക്കുക.
എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ എണ്ണയ്ക്കകത്തിലിട്ട് നമ്മൾ മീൻ കറി വെക്കുമ്പോൾ വഴറ്റിയെടുക്കത്തില്ലേ മസാല, അതേപോലെ അങ്ങ് ഇട്ടങ്ങ് വഴറ്റുക കേട്ടോ. ഈ ഉരുളിയും കൂടെ ആയതുകൊണ്ട് ബെസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിക്ക്. ഇതിൻ്റെ കളറങ്ങ് മാറി വരണം, ഈ മസാലയുടെ കളറങ്ങ് മാറി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ചിക്കൻ ഇടുക, വേണമെങ്കിൽ പിന്നെ മഞ്ഞൾ പൊടി ഇടുക, വേണമെങ്കിൽ നല്ല ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നതായിരിക്കുമല്ലോ ചിക്കൻ്റെ ഒരു പരുവം. അത് നമ്മളുടെ കോഴി അനുസരിച്ചും കുക്കർ അനുസരിച്ചും ഒക്കെ ഇരിക്കും കേട്ടോ. നമ്മളൊരു ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് താഴെ എടുത്ത് വെക്കും. ആ പ്രഷറിലിരുന്ന് വേവുകയാണ് കേട്ടോ പതിവ്. പിന്നെ അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ പ്രഷർ കളഞ്ഞ് തുറന്ന് നോക്കണം. എന്ന് വെച്ചാൽ കുക്കർ നമ്മൾ തല്ലിപ്പൊളിച്ച് തുറക്കാനല്ല, പ്രഷറൊക്കെ പതുക്കെ കളഞ്ഞ് അങ്ങനെ തുറന്ന് നോക്കുക. അന്നേരത്തേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു കിഴങ്ങൂടുണ്ടായിരുന്നു കേട്ടോ. ഈ ബേബി പൊട്ടറ്റോ കിട്ടും. ഈ ബേബി പൊട്ടറ്റോ വേവാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത്, ബേബി പൊട്ടറ്റോ ആണോ നമ്മുടെ സാധാരണ കിഴങ്ങോ എന്ത് കിഴങ്ങാണേലും കുഴപ്പമില്ല കേട്ടോ, അതുകൂടി ഇട്ട് വിസിൽ കേൾപ്പിച്ചിട്ട് ഇതിലോട്ട് തട്ടിയിട്ടുണ്ടാക്കുക. നമ്മൾ പപ്പായ ഇടാമെന്നാണല്ലോ വിചാരിച്ചിരുന്നത്, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് പൊട്ടറ്റോ ഇട്ടു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാഴയ്ക്ക് ബീഫിലാണ് ഇവിടെ ഇടുന്നത്. പിന്നെ പൊട്ടറ്റോ പപ്പായയൊക്കെ ചിക്കൻ കറിയിലിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നത്തെ ദിവസം ഞാൻ പിന്നെ ചിക്കൻ എടുക്കില്ല, ഈ പൊട്ടറ്റോയോ ഈ പപ്പായ എടുക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് കൊച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്, ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞിട്ട്. കൊച്ചിന് മാത്രമല്ല കേട്ടോ, എല്ലാവരും കഴിക്കും. അവൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പൊട്ട് പോലെ കഴിക്കാറുള്ളൂ ആൾ. അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ബോളിൻ്റെ അത്രയുണ്ട്. ബോളല്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്തിൻ്റെ അത്രയാണെന്ന് വെച്ചാൽ ഒരു കമ്പിളി നാരങ്ങയൊക്കെ ഇല്ലേ, അതിന് വേറെ നാട്ടിലെന്താ പറയുന്നത് എനിക്കറിയില്ല. ഒരു കമ്പിളി നാരങ്ങയുടെ അത്രയും വലിപ്പമുള്ള പൊമിഗ്രാനൈറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ സാധാരണ ഏറ്റവും മീഡിയം സൈസാണ് എല്ലാ ഫ്രൂട്ട്സ് ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും എല്ലാം ചെറുതാണ് മേടിക്കുന്നത്. ഇപ്പോൾ പപ്പ കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് തന്നെ ഒരു തേങ്ങയുടെ അത്രയും ഉണ്ടായിരുന്നു കേട്ടോ പൊമിഗ്രാനൈറ്റ്. അതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ അതും കട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. അതും കട്ട് ചെയ്ത് എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെളിയിൽ അങ്ങനെ ഇരിക്കും. കുറേശ്ശെ പതുക്കെയാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ എല്ലാവരുടെയും വയറ്റിലോട്ട് ചെല്ലുക. അപ്പം പക്ഷെ ഒന്നും കളയില്ല കേട്ടോ. അത് ഇവിടുത്തെ ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഫുഡ് വേസ്റ്റ് ആക്കാൻ ഇവിടെ ആരെയും സമ്മതിക്കില്ല പപ്പ. ടേബിൾ കംപ്ലീറ്റ് സാധനങ്ങളാണ്. കാണുന്നവരെന്താണെങ്കിലും ചിന്തിക്കും ഇവർക്ക് എന്താണ് ഒരു അടുക്കും ചിട്ടയില്ലാത്തതെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഭയങ്കര തിരക്കും ബഹളമാണ് കേട്ടോ. മതിൽ പണിയുടെയും പിന്നെ മുറ്റത്തെല്ലാം നമ്മൾ വലിച്ചു വാരിയൊക്കെ ഇട്ടിരിക്കുകയാണ്. മെറ്റലും ചരലും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കിടക്കുകയാണ്, അതിൻ്റെ പണിയാണ്. പിന്നെ അവർ പോയതിന് ശേഷം പിന്നെ നമ്മളുടെ വക പറമ്പിലെ ഒരു ക്ലീനിങ് എല്ലാം കൊണ്ടും ആകെ മൊത്തം തിരക്കാണ് കേട്ടോ. പിന്നെ അകത്ത് കുറച്ച് പാത്രം കഴുകലും പരിപാടികളും ക്ലീനിങ്ങും ഒക്കെ നടക്കുന്ന കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഓർഡറിലാക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടുള്ള കാര്യമാണ്. നമ്മളുടെ വീട്ടിലൊരു പണി നടക്കുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ അകത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ടേബിൾ ഫുൾ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വല്ലപ്പോഴും അങ്ങനെ ടേബിളിലൊക്കെ സാധനങ്ങളൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേരുള്ള വീടുകളൊക്കെ ആകുമ്പോൾ ഇങ്ങനെയായിരിക്കുമല്ലോ. കാരണം എപ്പോഴും നമുക്ക് അവർക്ക് ഓരോന്ന് എടുത്തു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് കയ്യെത്തുന്ന രീതിയിൽ വെച്ചാലല്ലേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയും കൂടെ ഒരു പോയിൻ്റ് ഉണ്ട് കേട്ടോ. അതാണ് മേശ നിറച്ച് സാധനങ്ങൾ ഇരിക്കുന്നത്. അല്ല എല്ലാം നമ്മളുടെ ഒരു മീൽ സേഫ് ഉണ്ട് കേട്ടോ, അതിലാണ് നമ്മളുടെ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ആ പപ്പായ കറിയാണ് കേട്ടോ. ഈ പപ്പായക്ക് എൻ്റെ വീട്ടിൽ ഓമയ്ക്ക എന്നാണ് കേട്ടോ പറയുന്നത്. ഞാനും കൊച്ചുമൊക്കെ പപ്പായ എന്നാണ് പറയുന്നത്. അങ്ങനെ ശീലിച്ചത് കൊണ്ട് അങ്ങനെ അങ്ങ് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. മമ്മി പപ്പ എല്ലാവരും ഓമയ്ക്ക എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്ന് പറയണം കേട്ടോ. കപ്ലങ്ങ എന്ന് പറയുന്നവരുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ചുറ്റുപാടും എനിക്കറിയാവുന്നവരും എല്ലാം ഓമയ്ക്ക എന്ന് തന്നെയാണ് കേട്ടോ പറയുക. പിന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെ പറയുന്നത് കപ്ലങ്ങ എന്നാണ് തോന്നുന്നു കേട്ടോ. കപ്ലങ്ങ എന്നാണ് പറയുന്നത്. കാരണം എപ്പോഴും അങ്ങനെ പറയേണ്ട സാഹചര്യം വരാറില്ല, അതുകൊണ്ട് കപ്ലങ്ങ എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ നമ്മളുടെ ചാനലിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഈ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ഗുണവും ടേസ്റ്റും ഒക്കെ. മമ്മി വെച്ചതായതുകൊണ്ടല്ല, നല്ല പെർഫെക്റ്റ് കറിയാണ് കേട്ടോ.